തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരം കരിക്കകം ക്ഷേത്രത്തിൽ നിന്ന് ദിസ്ന, എന്തൊക്കെയാണ് നാളത്തെ വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊപ്പം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ നവരാത്രി ആഘോഷം എങ്ങനെ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു? ദിസ്ന. തീർച്ചയായും ജിഷ്ണു, വലിയ വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് കരിക്കകം ദേവി ക്ഷേത്രത്തിലുള്ളത്. 22 മുതൽ തുടങ്ങിയ ആഘോഷ പരിപാടി ഒക്ടോബർ 2-നാണ് അവസാനിക്കുന്നത്. വിപുലമായ പരിപാടികളാണുള്ളത്. പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ രാവിലെ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. നിരവധി കുട്ടികളാണ് നാളത്തേക്കുള്ള വിദ്യാരംഭത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സത്യത്തിൻ്റെ ക്ഷേത്രം എന്നത് തന്നെയാണ് നിലവിൽ കരിക്കകം ദേവീക്ഷേത്രം അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ദേവീക്ഷേത്രത്തിനുണ്ട്. ഇന്നിവിടെ ആദരിക്കൽ, അതായത് വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതോടൊപ്പം നിരവധി കുട്ടികളാണ് ഈ വിദ്യാരംഭത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം എല്ലാ വർഷവും നവരാത്രി വിദ്യാരംഭത്തിൻ്റെ തലേ ദിവസം ആദരിക്കൽ ചടങ്ങ് കരിക്കകം ക്ഷേത്രം നടത്താറുണ്ട്. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ ആദരിക്കുന്ന, വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കരിക്കകം ക്ഷേത്രം നടത്താറുണ്ട്. ഈ വർഷവും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ MLA കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്. ഈ വർഷം ആദരിക്കുന്ന വ്യക്തികൾ ഒന്ന് ADGP വിജയൻ സാർ, അതായത് നമുക്കെല്ലാം അറിയാം ശബരിമല പുണ്യം പൂങ്കാവനം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം വഹിച്ചു. കോവിഡ് സമയത്ത് അദ്ദേഹം എല്ലാവർക്കും, തെരുവോരങ്ങളിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി അദ്ദേഹം സംഘടിപ്പിച്ചു. കൂടാതെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായ ദേവി ഫാർമയുടെ ബാലഗോപാൽ സാറാണ്, അദ്ദേഹത്തിനെയും ഈ വർഷം ആദരിക്കുന്നുണ്ട്. കൂടാതെ കലാമണ്ഡലം ബാലകൃഷ്ണൻ സാർ, അദ്ദേഹം കഥകളി ആചാര്യനാണ്. പ്രമുഖ സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവരെയാണ് ഈ വർഷം കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം ട്രസ്റ്റ് ആദരിക്കുന്നത്. വിദ്യാരംഭത്തിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. വിദ്യാരംഭത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ വിദ്യാരംഭത്തിനായി രജിസ്റ്റർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വരെ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് കരിക്കകം ദേവി ക്ഷേത്രത്തിൽ ഉള്ളത്. അതോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരത്തോടു കൂടി വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി കുട്ടികളാണ് ആദ്യാക്ഷരം നുകരാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ ഈ രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രമാണ് കരിക്കകം ദേവീക്ഷേത്രം. ദേവീക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളാണ് ഉള്ളത്. ജിഷ്ണു.